ഒക്ടോബർ 2 ഒരു ഞായറാഴ്ചയിലെ വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരാഘോഷം വെച്ചപ്പോൾ അതിന് സഭ എതിർത്തു. അതിൻ്റെ പ്രതികരണങ്ങളും ചർച്ചകളും ഏതു വഴിക്കാ പോയത് എന്ന് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു കാണും. ഏതാണ്ട് ഈ സഭയാണ് മദ്യം പ്രോത്സാഹിപ്പിക്കുന്നത്, സഭയാണ് മദ്യപാനത്തിന് വേണ്ടി അനുകൂലമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത് എന്ന പോലെയുള്ള ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ കടന്നു വന്നത്. എന്നാൽ ഈ പ്രവർത്തിക്കുന്ന, ഇങ്ങനെ പറയുന്ന, ഇങ്ങനെ ചർച്ചകൾ നടത്തിയവരെ സ്പോൺസർ ചെയ്യുന്നവരും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കാശിറക്കുന്നതുമൊക്കെ ആരാണെന്ന് നോക്കുമ്പോൾ ഈ മദ്യ സംസ്കാരത്തിന്റെ പ്രണേതാക്കളാണ് എന്ന് തിരിച്ചറിയുവാൻ ഒട്ടും വിഷമമില്ല. ഈ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ചർച്ച അത് രാഷ്ട്രീയ തലത്തിലേക്ക് വന്നപ്പോഴും നെറ്റി ചുളിച്ചുകൊണ്ട് സഭയെ നോക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാര്, നമ്മുടെ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥര്, അവര് വലിയ ഭൂരിപക്ഷം ഈ മദ്യലോബിയുടെ പണം പറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ, ഈ ഒരു സംസ്കാരത്തെ തകർക്കുന്നതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മുമ്പിലുള്ള ശത്രു മിനുക്കിയ മുഖവുമായിട്ട്, രാഷ്ട്രീയ പുഞ്ചിരിയുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഇവരുടെയൊക്കെ പുറകിലുള്ള മുഖമില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, നമ്മുടെ മുമ്പിൽ അദൃശ്യമായിട്ട് നിൽക്കുന്ന തിന്മയുടെ വലിയ ശത്രുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആരെയും പ്രീതിപ്പെടുത്താനോ പ്രീണിപ്പിക്കാനോ ഒന്നുമല്ല, ഈ തിന്മയ്ക്കെതിരെയാണ് നമ്മളുടെ പോരാട്ടം.